ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും സുഖമില്ലേ? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ലതികാസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും താങ്ക് യു. അങ്ങനെ രാവിലെ ഞാൻ ചെറിയ ചെറിയ അടുക്കള വിശേഷങ്ങളുമായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ രാവിലെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അമ്മിയിൽ ചതച്ചെടുത്തതാണ്. പിന്നെ രാവിലെ ഇന്ന് ഒരു ചെറിയ രീതിയിൽ കടലയും നമ്മളെ ഗ്രീൻ പീസും കൂടെ ഒരു കറി ഒഴിച്ചു രാവിലെ കാപ്പിക്ക്. അതാണ്. പിന്നെ മരിച്ചിനി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കപ്പപ്പുഴുക്കുണ്ട്, ചൂരത്തല കറിയുണ്ട്, ചൂര മീൻ കറിയുണ്ട്, പിന്നെ ചൂര ഫ്രൈ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ. പിന്നെ മോര് കറി. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീട്ടുവിശേഷങ്ങൾ. നിങ്ങളെല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. രാവിലെ ഞാൻ കടലയും ഗ്രീൻ പീസും കറി വയ്ക്കുമ്പോൾ മറ്റേ കഷിയാൻ വന്നത് ഉയരക്കയറി ഇരിപ്പുണ്ട്. ഇതെല്ലാം കണ്ട് ഇതിൻ്റെ ഗുണങ്ങളും കണ്ടിട്ട് ആൾ പോവാറുള്ളൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ ദിവസം കരിക്കകം ക്ഷേത്രത്തിലും ആറ്റുകാൽ ക്ഷേത്രത്തിലൊക്കെ പോയിരുന്നു. ആ സമയത്ത് ഞാൻ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഇന്ത്യൻ കോഫി ഹൗസിൽ കാപ്പി കുടിക്കുന്ന സമയം ഒരു ആൾ വന്നിട്ട് എന്നെ തന്നെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാനും എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു മനോഭാവത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ആ കക്ഷി കൈയും കഴുകിയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ലതികയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ അതേന്ന് പറഞ്ഞപ്പം ഞാൻ ട്രാവൽ വ്ളോഗിൻ്റെ ആളാണ്. ഇപ്പം വ്ളോഗ് നിർത്തലാക്കി, കുറച്ചുമായല്ലോ വ്ളോഗ് നിർത്തലാക്കിയിട്ട്. എന്തോ മടിച്ചങ്ങ് നിർത്തിയതാണെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കൂടി വന്ന് സംസാരിക്കുകയും പരിചയപ്പെടുകയും ചെയ്തപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിഭവങ്ങൾ. മീൻ കറി, മീൻ തലക്കറി, മീൻ ഫ്രൈ, പിന്നെ അതിൽ നമ്മളെ പൊളിച്ചിക്ക, തക്കാളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് എല്ലാം റെഡിയാക്കി വെച്ചു. കടലയും ഗ്രീൻ പീസും ഒക്കെ അവിച്ച് റെഡിയാക്കി വെച്ചു. അങ്ങനെ ആ സാധനം റെഡിയായി കഴിഞ്ഞു. ഇതായിരുന്നു ഇന്നത്തെ രാവിലത്തെ കാപ്പി. പിന്നെ തലക്കറി റെഡിയായി. പിന്നെ അങ്ങനെ മീൻ കറി വെച്ചു. എല്ലാ ജോലിയും കഴിഞ്ഞു കേട്ടോ. ജോലിയൊക്കെ ഏകദേശം മരിച്ചിനി ഒരടുപ്പിലിരുന്ന് തിളയ്ക്കണുണ്ട്. മീൻ കറികളെല്ലാം റെഡിയാക്കി വെച്ചു. അങ്ങനെ അവരെ കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. കണ്ടതിൽ മാത്രമല്ല, ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുകയും എന്നെ ചോദിക്കുകയും ചെയ്തതിൽ ഭയങ്കര സന്തോഷം. ആളിനോട് ഞാൻ പറഞ്ഞു വീഡിയോയുമായി തിരിച്ചു വരാൻ. യൂട്യൂബ് IT സ്റ്റുഡിയോയിൽ പോയി ഒന്നേന്ന് ആ ചാനലിനായി കറങ്ങി തിരിഞ്ഞ് വരാൻ പറഞ്ഞിട്ടുണ്ട്. വരാൻ നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ ഞാൻ ഇന്ന് കുറച്ച് കപ്പ എടുത്ത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി രാവിലെ തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കട്ടൊക്കെ പോയി. അതിനുശേഷം കുറച്ച് കടലപ്പൊടി, അരിപ്പൊടി, മുളക് പൊടി, വെളുത്തുള്ളി ഇഞ്ചി നല്ലവണ്ണം അരച്ചത്, പിന്നെ കായം, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് കുഴച്ച് ഞാനിന്ന് കപ്പക്കൊള്ളി ഉണ്ടാക്കി കേട്ടോ. സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. ഇന്നത്തെ വൈകുന്നേരം ചായക്ക് കപ്പക്കൊള്ളിയും പിന്നെ നമ്മളെ വാഴയ്ക്കപ്പം, അതായത് പഴംപൊരിയും ഉണ്ടായിരുന്നു. കുറേ ഏത്തമ്പഴം എൻ്റെ അമ്മ കൊണ്ടുവന്നത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് രണ്ടും ഉണ്ടാക്കി. ഇന്നലെ ഞാൻ കപ്പക്കൊള്ളി മാത്രമേ കാണിക്കുന്നുള്ളൂ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു.